ഓക്കെ സെറ്റ് സെറ്റല്ലേ സെറ്റാണ് ഓട്ടെ ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉയർന്നു തുടങ്ങിയിട്ട് ഒരു ചെറിയ കുട്ടി ട്രിപ്പ് പോവുകയാണ്. ലൈക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ കമ്പനിക്കാരൊക്കെ വരും. അപ്പോൾ അവന്മാരുടെ കൂടെയാണ് ലൈക്ക് നമ്മുടെ കൊടൈക്കനാൽ വ്ളോഗിന് ശേഷം അടുത്ത ഒരു ട്രിപ്പാണ്. ഇവിടെ നിറച്ച് കാക്കയാട്ടാ. കാക്കൊന്നും ഉറക്കമില്ല ഒന്നുമില്ല. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായി. ലൈക്ക് ഫോണും ട്രൈപ്പോഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവന്മാർ ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. ഒരു കുറച്ച് നേരം പോസ്റ്റ് ഉണ്ടാവും. കൂട്ടുകാരാണല്ലോ സ്വാഭാവികം. അപ്പോൾ ഞാൻ പതിയെ നടന്ന് വഴിയിലോട്ട് ഇരട്ടെ. ഞാനാണെങ്കിൽ 2 മണിയായപ്പോഴാണ് ലൈക്ക് വീട്ടിൽ വന്ന് ഇന്നലെ വേടേണ്ട പരിപാടി ഉണ്ടായിരുന്നു. അത് കാണാൻ പോയിട്ട് പിറ്റേ ദിവസമാണ് ഇന്ന് 4-ാം തീയതി. നെയ്തൂർ തുടങ്ങിയിട്ട് 4-ാം തീയതി ആദ്യത്തെ ട്രിപ്പാണ്. ലൈക്ക് ലാസ്റ്റ് ട്രിപ്പ് കൊടൈക്കനാൽ നിങ്ങൾ വ്ളോഗ് കണ്ടാണ്. അതിനുശേഷം 4-ാം തീയതി അടുത്ത ട്രിപ്പായിട്ട് വരുന്നത്. എവിടെയാണ് പോണത് എങ്ങനെയാണെന്നൊക്കെ വഴി പറഞ്ഞുതരാം. പിന്നെന്താ ഗൈസ്, അവന്മാർ വന്നു ഗൈസ്. എടാ ഒരു സീനുണ്ട്. താത്ത് ഒരു സീനുണ്ട്. ഞാൻ സ്പെക്സ് എടുത്തില്ല. കൂളിംഗ് ഗ്ലാസ് ആണോ? കൂളിംഗ് ഗ്ലാസ് ഉണ്ടോ? അല്ല, ഞാൻ ഇവിടെ കയറിയാൽ പോരെ? വ്ളോഗിടും അന്നത്തെ വ്ളോഗ് ഓർക്കണണ്ട? ഏത് പുട്ടും ചിക്കനും? ഗൈസ് മമ്മു കായറടാ. എന്ത് കായറടാ? നോക്കി പറയണേ എന്ത് നോക്കണം. വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് സൈഡിലാ ലെഫ്റ്റില്. അപ്പൊ നമ്മള് ട്രിപ്പ് തുടങ്ങി. എവിടെയാ പോണ നമ്മള്? എവിടെയാണ് പോണേ? ഞാൻ വീട്ടില് കള്ളത്തരം പറഞ്ഞു വന്നേക്കുവാ. നീ ഉറങ്ങുമായിരുന്നു. രണ്ടാമത് വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല. നീ വീഡിയോ എടുക്കുവാണ്. അറിയാൻ പാടില്ല എന്താ പിന്നെ. അയ്യോ എന്റെ ക്യൂട്ട്നെസ് തൂറി അറിയണ അടിച്ചേ കോട്ടയത്ത് ഗൈസ്. സൺറൂഫിൽ കയറാൻ അങ്ങോട്ട് പോകുമ്പോ മലക്കപ്പാറ ആതിരപ്പള്ളി ഗോയിങ് ഫോർ എ ട്രിപ്പ്, റോഡ് ട്രിപ്പ്. ആയിട്ടുണ്ട്. നമ്മളിപ്പോ എവിടെ എത്തി? ഞങ്ങൾ ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. നമ്മള് വാൽപ്പാറയാണ് പോകുന്നത്. പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണ്. നമ്മള് മോർണിംഗ് ഇവിടെ ആനയൊക്കെ ഉണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അയ്യോ കുറച്ചൊരു വെളിച്ചം വന്നാലേ. അയ്യോ നെഞ്ചടിച്ച് അങ്ങനെ കാറ്റടിച്ച് ഞാൻ പറഞ്ഞു പോണു. ഇതിലെടുക്കാം സീനില്ല. ഞങ്ങൾക്ക് സൺറൈസ് പിടിക്കാൻ പറ്റുമോ? ഉറപ്പാണ്. അല്ല ഗോപ്രോന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. നമുക്ക് സൺറൈസ് പിടിക്കാൻ പറ്റുമോ? അതിന്റെ ട്രൈപ്പോഡൊക്കെ അല്ല. റൈറ്റ് സൈഡിലൊരു അരുവിയൊക്കെ ഉണ്ട്. അരുവി
പാട്ടാണ് ഇത്. ഞാനടുത്ത് വല്ല ട്രൈബ്സ് ഒക്കെ പുറത്ത് അറിയൊക്കെ ഇരിക്കുന്നത്. ഗൈസ് നമ്മളിപ്പോൾ ആതിരപ്പള്ളി എത്താറായി. വാട്ടർഫോൾസ് കാണിച്ചു തരാം. ഇന്ന് നിങ്ങളെ കുറേ സംഭവങ്ങൾ കാണിച്ചു തരും. നമ്മുടെ ന്യൂ ഇയറിലെ ഫസ്റ്റ് വ്ളോഗാണ്. ഫസ്റ്റ് വ്ളോഗ് മീൻസ് ന്യൂ ഇയർ ഫസ്റ്റ് ട്രിപ്പ്. അതെ, ഫസ്റ്റ് ട്രിപ്പ്. ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്. എന്താണ് പറയാ, നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തൊക്കെയായിരുന്നു? നമ്മ ഇക്കൊല്ലം മാക്സിമം ട്രാവൽസ് ചെയ്യാൻ നോക്കും. അതെ, പൈസ അനാവശ്യമായിട്ടൊന്നും പോകണില്ല. സിൽവർ സ്റ്റോം ഇക്കൊല്ലം നമ്മ പൈസ ചെലവാക്കണത് ട്രാവലിലായിരിക്കും മാക്സിമം. ട്രാവലിംഗ് ആൻഡ് ഫുഡാണ് നമ്മുടെ മെയിൻ പരിപാടി. അതൊരു ഉഷാർ പരിപാടിയായിരിക്കും. ട്രാവൽ ആൻഡ് ഫുഡ്. കറങ്ങാ തിന്നുക തൂറ. ഇത് മാത്രമേ ഉള്ളൂ വിചാരം. അങ്ങനെയെങ്കിലും ജീവിക്കാം. തുറക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് കാറിനകത്തുനിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. അല്ലേ, നല്ല രസമാണ് അവിടെ. കൊള്ളാം. കയറാം. അതിന്റെ മോനെ ചേച്ചിനെ വിളിച്ചായിരിക്കും. കരുതോ? കരുതില്ല. ഇതാണ് മോനെ വ്യൂ. മല്ലികമാരുടെ അമ്പുകളോ കൺമുന തുമ്പുകളോ ഇടം. പഠിക്കുന്നു. ചാടല്ലേ. പോയാ അടിയടാ. His name is John Cena. എന്താ കാണണ്ട നീ? അയ്യോ, അതുപോലെ നിർത്തി. എന്താ മയില് ടീമായി. നമ്മൾ ആതിരപ്പള്ളി എത്തി. നിങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണണമെന്നില്ലേ? വെള്ളച്ചാട്ടം കാണണ്ടേ? കാണണ്ടേ? ഇപ്പൊ കാണിച്ചുതരാം. ഗൈസ്, ഇതാ കാണുന്നുണ്ടോ? ആ കാണുന്നതാണ് ഗൂയ്സ്. എന്ത് സുഹൃത്തുക്കളെ, എന്ത് മനോഹരമാണിത്. ശരിക്കുള്ള ഗുണാക്ക അടിയിലാന്ന് പറയണവരെ ശരിക്കുള്ള വെള്ളച്ചാട്ടം അടിയിലാന്ന്. നമ്മുടെ മെയിൻ ലൊക്കേഷൻ ഇതല്ല. നമ്മുടെ മെയിൻ ലൊക്കേഷൻ എവിടെ? അവൾ ആദ്യം പറഞ്ഞില്ലേ വാൽപ്പാറ. പൊള്ളാച്ചിയാണ് പോകുന്നത്. പൊള്ളാച്ചി. അതിരപ്പള്ളി എത്തി ഗൂയ്സ്. ഇനി 8 മണിക്കാണ് ഓപ്പണിങ്. ഞാനും കട്ട് ചെയ്യണം. കണ്ടോ, മൂപ്പൻ കട്ട് ചെയ്താണ്. ഒറ്റ മാസം കൊണ്ട് കട്ട് ചെയ്താണ്. മൂപ്പൻ എന്റെ ഇത് സബ്സ്ക്രൈബർ ആട്ടാ. നമുക്ക് ഡെയിലി കാണുന്ന ആളാ. അങ്ങനെയല്ല മൂപ്പൻ എനിക്ക് സ്നാപ്പൊക്കെ അയച്ചു തരും. പിന്നെ നമുക്കൊരു ചായ കുടിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇതിനകത്ത് കയറണം. 8 മണിയാകുമ്പോഴാണ്. അപ്പോൾ 8 മണി വരെ നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്യണം. അതാണ് പ്ലാൻ. ഗൈസ്, അതിരപ്പള്ളിയിൽ ഫുഡ് കഴിക്കാൻ കയറുവാണ്. നമ്മളെന്താ കഴിക്കാൻ പോണേ? പൊറോട്ട. ഗൈസ്, ഇവിടെ കിഡിലം വ്യൂ കേട്ടോ. മസ്റ്റായിട്ട് ഈ ഹോട്ടലിൽ കയറിയാൽ നിങ്ങൾക്ക് കിഡിലം വ്യൂ കിട്ടും. പ്രൊമോഷൻ അല്ല. വേണമെങ്കിൽ കടകത്ത് കണ്ടുപിടിച്ചിട്ട് വന്ന് കണ്ട് നോക്കണം. അല്ലാണ്ട് നമ്മളോട് ചോദിക്കരുത്.
പക്ഷെ കൊള്ളാല് കിടന്ന് എൻ്റെ അടിയിൽ കാണാൻ പറ്റുമോ? ഗൈസ് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലാണ് കാണാൻ വന്നേക്കുവാണ്. ചാടുന്ന് എടാ ഇതിൽ കൂടി നടക്കാൻ പാടാട്ടാ, നടുക്കൂടി തന്നെ നടക്കണം അല്പം. അയ്യോ ഈ ഞാനാണ് ഓപ്പറേഷൻ കൊളസ്ട്രോൾ പറഞ്ഞതെന്ന്. എൻ്റെ കൊളസ്ട്രോളൊക്കെ പോകും ഇപ്പം തന്നെ. അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ കുറച്ചുകൂടി സീരിയസ് ആവണം. നടക്കാൻ പറ്റണില്ല, ശ്വാസം മുട്ടണേ. എനിക്ക് കൊളസ്ട്രോൾ ഒന്നുമില്ല, നോക്കിയാലല്ലേ അറിയുള്ളൂ. നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. ശരിക്കുള്ള വെള്ളച്ചാട്ടം കാണാൻ താഴെ പോകണമെന്നാണ് മമ്മ പറഞ്ഞത്. മമ്മ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തോട്ടൊരു വാക്കില്ല ഞങ്ങൾക്ക്. ഞാൻ അപ്പിൻ അല്ലേ, ഇത് ലാസ്റ്റ് വേർഡ്സ് ഫ്രം മമ്മു. കുനിയൊന്നും വേണ്ട. എടാ എന്ത് കൊണ്ടോ ഞാൻ ശരി ചേട്ടേ ഇത് പിടിച്ചാ മമ്മ. കുനിയാന്ന് കുണ്ടിയൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ എടുക്കരുത്, ബ്ലോഗായത്. ആണാ അന്ന് ഇങ്ങനെ മാത്രം എടുക്കാവുള്ളൂ. അതങ്ങനെ മാത്രം എടുക്കാവുള്ളൂ. എന്താ ഇങ്ങനെ എടുത്താ? ഇങ്ങനെ എടുത്താ എന്താ? കാണാൻ ഒരു രസം ഉണ്ടാവും. ഓക്കെ. ഏ മമ്മു ആന്റി എവിടെ? ആരാണ് ഹൈക്കിങ്ങിന് പോകുമ്പോ ഹീലുള്ള ഷൂസ് ഇട്ടു പറഞ്ഞാൽ ഇത്രക്കും വന്നപ്പോ ഇതൊന്നും കൊണ്ടണ്ട. ഇതിന് തിരിച്ചു കയറണ്ടേ? ചെറുതു പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റും. ഗായ്സ് പാർത്തനി ഞങ്ങടെ വന്നില്ലെന്നാണ് പറയണത്. ഞാൻ ബാക്കി വ്ളോഗ് ഇവൻ ഇവിടെ ഇരിക്കാൻ പോണേ. പാർത്തനി ഇവിടെ ആരെല്ലാം എന്നെ പിടിച്ചോണ്ട് പോയാൽ ആര് പിടിച്ചോണ്ടാണ്? പാർത്തന ആർക്കും വേണ്ടെന്ന് അല്ലടാ. സ്റ്റെപ്പ് കാണുന്നിരുന്നെങ്കിൽ ഈസി ആയിരുന്നല്ലേ. പിന്നെ ഈ കാണുന്ന നിന്റെ എന്താണ് ലിഫ്റ്റ് ആയിരുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ചെറിയ വഴികളാ. പിള്ളേർക്കൊക്കെ സുഖ ഓടിയാൽ ഇറങ്ങിയാൽ മതി. തിരിച്ചു കയറേണ്ടതിനെ പറ്റി അമ്മമാർക്ക് ആലോചനയില്ല. ശ്വാസം മുട്ടാൻ തുടങ്ങി കേട്ടാ. പ്രായമായി കണ്ട മിന്നാമിന്റെ ചൂ. കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു. പി 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 എന്നിട്ട് എന്റെ സ്പൈഡർമാനൊക്കെ കട്ടുകൊണ്ട് കളഞ്ഞ ചെക്കൻ. ആണാ അപ്പളെ സൂര്യചേട്ടൻ ഇവന്മാര് വന്നെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞതാ സ്പൈഡർമാനൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചോന്ന്. ഞാൻ ഭാഗ്യത്തിന് എന്റെ പി സിയുടെ ഉള്ളിലായിരുന്നു മറ്റേ ഹോട്ട് വീൽസ് ഒക്കെ ഇരുന്ന് വെച്ചാ എടുത്തോണ്ട് പോയില്ല. അത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇടിയുണ്ടായേനെ. സ്പൈഡർമാൻ ആയതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തു. എടുത്തോണ്ട് പോകും. ഞാനൊന്നും പറയാറില്ല, അവർക്ക് ആഗ്രഹങ്ങളല്ലേ. നമുക്ക് അതിന്റെ കാലം കഴിഞ്ഞില്ല. അത് ഞാൻ എടുത്തോണ്ടിരുന്നു. അതുങ്ങൾ വലുതാവട്ടെ എന്ന് പറഞ്ഞിരിക്കെ വലുതായി കഴിയുമ്പോ തിരിച്ചെടുക്കാനാ. ഇത് എന്റെയാണെന്ന്. പിന്നെ മൂത്ത ചേച്ചിയുടെ വെച്ചായില്ലേ, അവളിങ്ങനെ സൂക്ഷിച്ചു വെക്കൂടാ എന്ത് കിട്ടിയാലും. എന്നുവെച്ചാ അച്ഛന്റെ വെങ്ങള സ്വന്തം ചേച്ചി, അവന് ചേട്ടനാടല്ല. അപ്പൊ അവള് വലുതായി കഴിയുമ്പോഴേ അവള് സൂക്ഷിച്ചിട്ട് വാക്കുട്ടേക്ക് എടുത്തോന്നില്ല. അതാണ് എന്റെ പ്ലാൻ. മാമനിക്ക് എടുക്കുക. മാമന്റെ പുതിയ ചിക്കന് കൊടുക്കട്ടെ എന്ന്, അതിങ്ങനെ സെറ്റ് ആക്കട്ടെ മോളേന്ന്. എടാ പാർത്ത പുള്ളി സാധനങ്ങൾ പിടിക്കാൻ വേണ്ടിട്ട് ആളെ വിളിക്കണ്ട്. നീ ശരി എടാ കൊറച്ചെഴുതി ഈ കണ്ടതേ അവിടെ. വെള്ളമൊക്കെ എടുക്കണ്ടായിരുന്നു. മിണ്ടാതെ ഒറ്റക്ക് പോയി. ഭയങ്കര ക്ഷീണമെന്നാണ് ഇവന്മാര് പറയണത്. ഇവന്മാര് പറഞ്ഞ ഗുണങ്ങളാ. ഓപ്പറേഷൻ കൊളസ്ട്രോള്. അയ്യോ ഞാൻ അടുത്ത ലൊക്കേഷൻ പോട്ടെ. പണങ്ങൾ നടന്നു വാ.
അതുകൊണ്ട് ചോദിച്ചെന്ന് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചില്ല. തല പോയടാ, ഞാൻ മടുത്തടാ. അമ്മോ തിരിച്ചു കയറണ്ടേ? ശരിക്കൊരു മൈക്രോഫോൺ എടുത്ത് നിന്റെ നെഞ്ചത്ത് വെക്കണ്ടായിരുന്നു. അതാവുമ്പോ ഇപ്പൊ നടന്നു പോകുമ്പോ കോൺവെർസേഷൻ ഫുള്ള് കിട്ടും. എടാ ഓഡിയോ ഫുള്ള് കട്ട് ചെയ്തിട്ടില്ലേ? അതിന് നീ സംസാരിച്ചാ മതി ഫോണിൽ കൂടി. പാർത്തന്റെ ഫാറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇക്കൊല്ലത്തെ ഞങ്ങളുടെ പ്ലാൻ. പാർത്തന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഫാറ്റ് ലോസ് ആണ്. ഞങ്ങൾക്ക് ട്രാവലിങ്ങും. അത് കാരണം പാർത്തന് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫുഡ് കൊടുക്കാണ്ട് ട്രാവൽ ചെയ്യും. പാർത്തന് പെട്രോൾ എക്സ്പെൻസ് ഉള്ളി, തിന്നാൻ മേടിച്ചു കൊടുക്കൂല. പെട്രോൾ എക്സ്പെൻസ് മാത്രം ഞാൻ തന്നാ മതി. ആ തിന്നാൻ മേടിച്ചു തരില്ലെന്ന്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞാണ്, മനസ്സിലായില്ല? എനിക്ക് ചുമ്മാ തെണ്ടി കിടക്കണം. എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഞാൻ ന്യൂ ഇയറിൽ ബിലീവ് ചെയ്യണില്ല. പിന്നെ മണ്ടത്തരമാണ്. ഒരു വർഷം കഴിഞ്ഞെന്നും പറഞ്ഞോണ്ട് ഉള്ള പൈസ മൊത്തം ദൂരത്തടിച്ച് കളഞ്ഞ് അലമ്പി കിടക്കാന്ന്. അങ്ങനെയല്ലടാ, എനിക്ക് കുറെ നാളായിട്ട് ഈ പരിപാടിയൊക്കെ തന്നെയല്ലായിരുന്നു. എനിക്ക് ഈ വർഷമെങ്കിലും എന്തെങ്കിലും കുറച്ച് ഗോൾ അച്ചീവ് ചെയ്യണം. എനിക്ക് കുറച്ച് പുള്ളപ്പ് എടുക്കാൻ. അങ്ങനെ ഒരു 5 പുള്ളപ്പെങ്കിലും എടുക്കാൻ പറ്റും. 5 എണ്ണമൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും. 5 പുള്ളപ്പ് എടുക്കാൻ പറ്റില്ല ഓൾറെഡി. ഒരെണ്ണം കഷ്ടിയൊക്കെ എടുക്കുള്ളൂ. ആ പിന്നെ ഇപ്പൊ ഞാനൊരു 75 kg. അപ്പോൾ അത് ഓവർ വെയിറ്റ്. എനിക്ക് 169 ഹൈറ്റ്. അപ്പോൾ ഒരു 69 പിടിക്കണം. അപ്പോൾ ഒരു 6 കിലോയാണ് എനിക്ക് കുറക്കേണ്ടത്. 6 കിലോ കുറക്കണം. അപ്പോൾ 6 കിലോയ്ക്ക് പകരം ഞാൻ 10 ടാർഗറ്റ് വെച്ചിട്ട് 6 കുറക്കാൻ പറ്റണം എന്നുള്ളൊരു പ്ലാനിലാണ്. പിന്നെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് ചെയ്യണമെന്നുള്ളതാണ്. വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് വ്ളോഗ് ചെയ്യാൻ. നമ്മ ഇവിടെ എത്തിയിരിക്കുന്നു, അതിരപ്പള്ളി. അറ്റ്മോസ്ഫിയർ ഒക്കെ കലക്കനാണ്. നൈസ് വ്യൂ ആണ്. നല്ല രസമുണ്ടാ പിടിച്ചിടക്കാൻ. ഗായ്സ് ഇവിടെ ഒരു മുതുക്ക് ഫോട്ടോഷൂട്ട് നടക്കുവാണ്, കണ്ടില്ലേ? അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഗായ്സിൻ്റെയൊക്കെ കാര്യം നോക്കാം, നമ്മുടെ പിള്ളേരുടെ കാര്യം നോക്കാം. നമുക്ക് കണ്ട മുതുക്കൊന്നും അറിയണ്ട. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തോട് വിട പറഞ്ഞ് അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനായ വാൽപ്പാറയിലേക്ക് പോവുകയാണ് അല്ലേ? ഇവിടെ കണ്ട് ഉഷാറല്ലായിരുന്നോ? ഹിജാബ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു.
അമ്മ ഇനി ഇത് തിരിച്ച് കടന്നു കയറണം. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ദൈവമേ. അപ്പം എന്നെ ആ വീട്ടിൽ വരണ്ടേ? പിന്നെന്താ പറയാനുള്ളേ ഗൈസ്, ഞങ്ങൾ രാവിലെ സൺറൈസ് പിടിക്കാൻ വന്നാ, സൂര്യൻ ചതിച്ച് നേരത്തെ വന്ന്. അപ്പോൾ ഞങ്ങൾ പ്ലാനിലൊക്കെ ചെറിയ വ്യത്യാസം വരുത്തി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് ഇനി ഇവിടെ നിന്ന് പതിയെ വാൽപ്പാറ കയറുന്നു. അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്നു. ആദ്യം നടന്ന് കയറട്ടെ, എന്നിട്ടേക്ക് കാണാം. ഇനി നേരെ വാൽപ്പാറ എത്തിയിട്ട് കാണാം. സുഹൃത്തുക്കളെ, ഇതാണ് വാൽപ്പാറ പോണ റൂട്ടിലുള്ള അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഹായ്. അതിമനോഹരമായ റോഡാണ്. വണ്ടി ഓടിക്കാൻ സൂപ്പർ അല്ലേടാ. പളനി പോകണ്ട നമ്മള്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. വാൽപ്പാറ കഴിഞ്ഞ് ഗൈസ്, ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എങ്ങോട്ടാ പോണം നമ്മള്? പൊള്ളാച്ചിയിൽ പോവാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ. പൊള്ളാച്ചി പോണം. പൊള്ളാച്ചി ഇതാണ് നീ പറഞ്ഞാ. ഞാൻ പറഞ്ഞ രാവിലെ ഇവിടെ വന്നിട്ട് രാവിലെ കയറ്റി വിടത്തില്ല. അല്ല ഇവിടെ ഇല്ല, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം, വെള്ളം പോണ ലെഫ്റ്റ് എത്തിക്കാല. ലെഫ്റ്റ് എടുക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുക്കാവുള്ളു. അതാണ് റോഡിന്റെ നിയമം. അളവിലിടാൻ പാടില്ല. ഇവിടെ എന്താ ഉള്ളതാ? വെള്ളം പോവും. അല്ല ഞാൻ കണ്ടില്ലേ വെള്ളച്ചാട്ടം. അതിനവിടെ എഴുതി വെച്ചിട്ടേ ഉള്ളു. എന്നാ പോട്ടെ പോട്ടെ. ഇല്ലല്ലേ ഒന്നും കാണാനില്ലല്ലേ. ആ ഇല്ല, ഒഴിക്കാനടാ. ഇല്ല, മേളിന്ന് ഒഴിക്കാന്. മഴക്കാലത്ത് ചിലപ്പോ അതിനല്ലേ കൂട്ടുകാരുള്ളത്. ഒരു രസല്ലേ. ചാർജ് ഇല്ല ഫോണിൽ, അതാ ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞേ. ഗൈസ്, കരിക്കാണ്. കുടിച്ചോട്ടെ. വലിയ തമിഴ്നാട് കരിക്കാം. മധുരമുണ്ടോ? ഷൊട്ടക്കരിക്ക് ഗൈസ്. എന്നാലും ദാഹം തീർക്കാം. തിന്നാനൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഉള്ള വാൽപ്പാറ. ഇത് അണ്ണ സ്ഥലത്തിന്റെ പേരാണ് ഊരോടെ പേര്. എന്നെ വാട്ടർഫാൾ. വാൽപ്പാറ വാട്ടർഫാൾ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടാണ്. ഗൈസ്, അന്നെങ്കിൽ അങ്ങനെയാണ് സ്ഥലത്തിന്റെ പേര് വാട്ടർഫാൾസ്. അവിടെ നിന്ന് തണ്ണിമത്തം കുടിച്ച് ഇതിന്റെ പേരെന്നാ മറന്നുപോയി. കരിക്ക് കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടത്. പ്രമാദം.
പോടാ അത് കള്ളം അത് കള്ളമൊന്നുമല്ല, അത് അത് പറയണ്ടായിരുന്നു ഇപ്പൊ അവൻ ചിന്തിക്കും. അത് കേട്ടാ കുടിച്ചൊക്കെ തീർന്നു. വലിയ വണ്ടി റോഡ് കാണണ്ടേ? ആ കൊള്ളാം. നിനക്ക് കാണാമല്ലോ, ആ, സെറ്റ്. ഇവര് കണ്ടു കാണാമല്ലോ. അവനെ കാണാം. നീ റോട്ടി നോക്കണം പോണ്ടേ? എടാ ഞാൻ ഓടിക്കുമ്പോ എനിക്ക് ഇതൊരു POV വേണം. ഈട്ടും കൊള്ളാം. പെർഫെക്റ്റ് ഡോക്ടറെ പെർഫെക്റ്റ്. 5 കോയിൻ കിട്ടി. 5 അല്ല 10 അങ്ങനെ. ഇങ്ങനെയല്ലായിരുന്നു മോനെ. ടോക്കണല്ലേ കേട്ടേ. എന്നിട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കളിച്ച് കഴിയുമ്പോ കാണണം റൈറ്റ് സൈഡിൽ ഒരു റൗണ്ട് ആയിരിക്കും കറക്കി കറക്കി. നീ കളിച്ചിട്ടില്ലേ ഡോക്ടർ ഡ്രൈവ്? ഞങ്ങൾക്ക് എല്ലാ പിള്ളേരും നമ്മുടെ പ്രായത്തിലുള്ള എല്ലാരും കളിച്ചു. നമ്മളിപ്പോ എവിടെയൊക്കെയാണ്? നിക്കാൻ പാടില്ല. ഏതായാലും നല്ല സ്പോട്ട് വന്നു, പക്ഷെ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറയണേ. ചൂടായത് കാരണം അവിടെ നിന്ന് ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട്. ചെണ്ട് വണ്ടി കിടിലം വ്യൂവാ. ഇതെന്നാ പണിയാ നടന്നുകൊണ്ടിരിക്കണേ? ഹൈവേ ഹൈവേ പണി കൊള്ളാലടാ. ഡാമാ കൈസ് അവിടെ കാണുന്നത്. അവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അത് ഡാമാണ്, ആ നീണ്ടു കിടക്കണത്. നിന്നെയൊക്കെ എനിക്കറിയാം, ചിലപ്പോ നീയൊക്കെ എന്നെ കൊണ്ടുപോകാണ്ട് പോയിക്കള്. മമ്മൂന്റെ ഒരു മശക്കര ഇടക്ക് എന്നൊക്കെ ഏറ്റാണ്ട് പോരാനുള്ള പ്ലാനാണ്. പോടാ, സൂപ്പർ മലയല്ലേ? എന്നാ ഒരു മലയാ. ഇതന്നെ തന്നെ 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 പറ്റിച്ചു ഗൈസ്. പക്ഷെ ആശ്രയിച്ചപ്പോഴല്ലേ കുറച്ചുകൂടി ഇത് ലൈറ്റ് കൂടിയത്. തിണ്ടി തിണ്ടി മുടിഞ്ഞു പോവടാ. ഓപ്പൺ റോഡ് കത്തി കത്തി കത്തി. നമ്മക്കല്ല, ഞാനിങ്ങനെ ചിന്തിച്ച. ഒരു ദിവസം ഞാൻ ബൈക്കിന് വരൂടാ. തല ഇറങ്ങിട്ട് വേണ്ട. 1000 രൂപ കൊട്ടടിച്ചാ ഒറ്റക്ക് പിന്നെ സീനില്ല. ഒറ്റ കയറുമ്പോ നടുവേടെ വീട്ടിൽ വെച്ചിട്ട് വരാം. വെയിറ്റ് അറിയില്ല. എന്നെ വണ്ടി നടുവി ചോന്നാണോ? നീ പോടാ. അതന്നെ പിന്നെ അങ്ങനെ ഒരു ലോജിക്ക്. കൊറേ നേരം ഇരിക്കുമ്പോ വേന എടുക്കൂലടാ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഇറക്കത്തിൽ ചിലപ്പോ കിട്ടും ഹെൽമെറ്റില്ല. ആ നിന്റെ വണ്ടിയിലല്ലേ? ഒത്തിരി വിഷയം. ഒന്നതൊക്കെ ഇടന്നല്ല പിന്നെ മന്തി കഴിക്കുന്നതിന്റെ തിരക്കിലാണ്. ട്രിപ്പ് എൻഡ് ചെയ്യുവാണ്. കഴിഞ്ഞ ട്രിപ്പ് മന്തി കഴിച്ച് എൻഡ് ചെയ്തു. ഈ ട്രിപ്പ് നല്ല മന്തിയാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ. കറക്റ്റല്ലേ?